ഇന്നലെ കാന്തപുരം ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഐക്യം അത് ഉടൻ തന്നെ സാധ്യമാകണം. ഈ പിളർപ്പിന് പിന്നിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ സ്വാഗതം ചെയ്യുന്നത്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. പിന്നെ അതിൻ്റെ പിളർപ്പിൻ്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരൊക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാൽ, അവരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിന് പലരും അതിൻ്റെ പിന്നിലുണ്ടാവാം, അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിൻ്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറയണത്, മനസ്സിലായില്ല. അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ, അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പോൾ അയാൾ പറഞ്ഞത് ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും, ശ്രമിക്കാം. ഒരു തടസ്സമില്ല, തടസ്സമുണ്ടാവും. അല്ല, അങ്ങനെ ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ കക്ഷികളൊക്കെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കണില്ലേ, അതിങ്ങനെ പറയും. ഐക്യം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് എപ്പോഴും നമ്മൾ പറയണതല്ലേ. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. ഐക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരട്ടെ.